എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. ഇത് ഞാൻ കാറ്ററിംഗ് സ്റ്റൈലിലാണ് ചെയ്യുന്നത്. ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിലെ കറക്റ്റ് മെഷർമെൻറ്റുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റുകൾ കറക്റ്റായിട്ട് തന്നെ ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 12 കിലോ ചിക്കനാണ്. കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, അതായത് നല്ല എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ 7 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 4 ടേബിൾ സ്പൂൺ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്തിട്ടോ പേസ്റ്റ് ആക്കിയിട്ടോ ഇടാം. ഞാനിവിടെ ക്രഷ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. ഗരം മസാലപ്പൊടി 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഹോം മെയ്ഡ് ഗരം മസാലപ്പൊടിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പെപ്പർ പൗഡർ, അതും ഹോം മെയ്ഡാണ്. 1.5 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഫെനൽ സീഡ്സ് ആണ്, അതായത് നമ്മളുടെ വലിയ ജീരകം ഒന്ന് പതുക്കെ ചൂടാക്കിയിട്ട് പൊടിച്ചതാണ്. അത് 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരാനും നമ്മളിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ചിക്കനിൽ കോട്ടായിട്ട് വരാനും വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ട് ചെയ്ത് കൊടുക്കാം. ചിക്കനിലേക്ക് ഈ മസാലകളെല്ലാം നന്നായി കോട്ടായി വരണം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ ആണ്. അതൊരു 10 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും, ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും കോൺഫ്ലോർ നന്നായിട്ട് മിക്സ് ആവണം. കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത് നമ്മളൊരു 4 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. 4 മണിക്കൂറെങ്കിലും ഇരുന്നാലാണ് ഇത് നന്നായിട്ട് മസാലകളെല്ലാം പിടിച്ച് കിട്ടുള്ളൂ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ്. അതായത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൊൻകതിരിൻ്റെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. ഏത് പൊടി വേണേലും നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. നമ്മൾക്ക് ഏത് എണ്ണ വേണേലും ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചിക്കന്. ഒരു 3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വച്ചതിന് ശേഷം വേണം നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇട്ട വശം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കരുത്. അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതിലെ കോട്ടിങ്ങുകളെല്ലാം ഇളകി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വച്ചതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം ഒരു 8-10 മിനിറ്റ് കൊണ്ട് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി ഈ ചിക്കൻ മൊത്തം ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മളുടെ 12 കിലോ ചിക്കനും ഞാൻ ഇതേപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ലാസ്റ്റ് ബാച്ച് ചിക്കനാണ് ഈ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 40-45 പേർക്കുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.